ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയില്ലേ, പോരാത്തതിന് നാഷണൽ ഡേൻ്റെ ലീവും. അപ്പം നമുക്കൊരു ക്യാമ്പിങ് സെറ്റാക്കിയാലോ? അപ്പോൾ അതാ ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോവുകയാണ്. ദുബായിൽ നിന്ന് റാസൽ കൈമ വരെയാണ് നമ്മൾ പോകുന്നത്. ക്യാമ്പിംഗ് ആകുമ്പോൾ അതിന് അതിൻ്റേതായ കുറച്ച് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യാതെ പോയി അത് ഫോളോ ചെയ്ത് പോകുന്നവർക്കൊരു നാണക്കേടല്ലേ. അങ്ങനെ ഞങ്ങളായിട്ട് ഒട്ടും കുറച്ചില്ല. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റാസൽ കൈമയിലോട്ട് തിരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിയ പോലെ എനിക്ക് തോന്നിട്ടോ. കാരണം ഈ മുന്നിലിരുന്ന 2 പേര് ഫുൾ ബിസിനസ് ടോക്കായിരുന്നു. അവർ അവരുടേതായ ലോകത്ത്, ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത്. ആ കുഞ്ഞി പൈതലില്ലേ, അവൻ അവൻ്റേതായ ലോകത്തായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ തിരിഞ്ഞത് ഈ ഫുഡിലോട്ടാ. ആ അടുപ്പ് കത്തിക്കൽ അത്ര ചെറിയ പണിയല്ല കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയ സംഭവം. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ എന്താ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചിപ്സും കോണൊക്കെ ആയി നമ്മൾ നേരെ ചിക്കനിലോട്ട് കിടന്നു. അങ്ങനെ ചിക്കൻ ഏതാണ്ടായി വന്നപ്പോൾ അതിൽ ഫസ്റ്റ് പീസ് ഞാൻ തന്നെ എടുത്തു. കാരണം വിശപ്പിൻ്റെ ഉൾവിളി അത് നമുക്കൊക്കെ കുറച്ച് അധികമാണല്ലോ. ഈ കോലുമ കുത്തി വെച്ചിരിക്കുന്ന ഉള്ളി എന്തിനാണെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നൈറ്റ് വ്യൂവിനേക്കാളും എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ മോർണിംഗ് വ്യൂവും മോർണിംഗ് വൈബുമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ക്യാമ്പിങ്ങിന് വരുമെങ്കിലും ഈ സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചത്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ കിട്ടിയതുകൊണ്ട് നമ്മളൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങ് കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഗ്യാസ് തീർന്നത്. അങ്ങനെ അപ്പുറത്ത് ടെൻറ്റ് കെട്ടിയിരുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ഇരന്ന ഗ്യാസ് വാങ്ങിയിട്ട് അതിൽ കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ. ആഹാ, അന്തസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ സ്ഥലം നീറ്റ് ആൻഡ് ക്ലീൻ ആയി കൊണ്ട് നടക്കുന്ന കുറച്ച് പേര്, അതിതാ ഇവരാണ്. ഇവർ ഗ്യാങ് തന്നെ ഉണ്ടടാ. ഇവിടെ കുറച്ച് പേര്, കുറച്ച് മാറിയിട്ട് കുറച്ച് പേര്, അങ്ങനെ ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കലും കട്ടൻ ചായ കുടിക്കലും ഈ ടെൻറ്റ് പൊളിച്ചെടുക്കലും. ഈ ടെൻറ്റ് വെക്കാൻ ഇത്ര ടൈം എടുത്തിട്ടില്ല, പൊളിച്ചെടുക്കാനാണ് ഒരുപാട് ടൈം. പക്ഷേ ഈ വീഡിയോൻ്റെ എഡിറ്റിങ്ങിൽ മൊത്തത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അവിടെ വരേണ്ടത് ഇവിടെയും ഇവിടെ വരേണ്ടത് അവിടെയും കുറേ പോയിട്ടുണ്ട്. അങ്ങനെ എടുത്തുള്ളൊരു വ്യൂ പോയിന്റിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് പോകേണ്ട വ്യൂ പോയിന്റിലേക്ക് ടിക്കറ്റ് എടുക്കാതെ കൊണ്ടുപോയ മുതലിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ എഡിറ്റിംഗ് മിസ്റ്റേക്കില്ലേ, അത് ഇവിടെയുണ്ട്. ഈ ക്ലിപ്പ് ശരിക്കും ഇവിടെ വരേണ്ടതല്ല. ഇത് ശരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം റാസൽ കൈമയിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ട് ആ കുഴിയിൽ കുറേ വീടുകളുണ്ട്. കുറച്ച് നേരം നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പെട്ടിയും പ്രമാണവും എടുത്തിട്ട് നമ്മൾ യാത്ര തിരിച്ചു. എങ്ങോട്ട്? നമ്മുടെ റൂമിലോട്ട്. ഇപ്പോൾ പോയാലേ കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തുള്ളൂ. അപ്പം ബൈ.